അതുപോലെ ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. 17% എന്നുള്ളത് അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ ബജറ്റ് ഈ പറയുന്ന ആദായ നികുതി ഇളവിൽ മാത്രം ചർച്ചകൾ നിർത്തിക്കൊണ്ട് ഒരു തരത്തിൽ ഇടത്തരക്കാർക്ക് സന്തോഷിക്കാം, അതിൽ തെറ്റില്ല. ആ വിഭാഗത്തിൽ അതിന് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് എന്നുള്ളതാണ് നമ്മുടെ 1,00,000 കോടി രൂപയ്ക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഇടത്തരക്കാർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് അവഗണിച്ചു എന്നുള്ളത്. അതെ, 7.28 കോടി പേരാണ് ITR ഫയൽ ചെയ്തിട്ടുള്ളത്. അതായത് 10% പേർ, ഈ 140 കോടിയിൽ 10% പേർ ഫയൽ ചെയ്തവരുടെ കണക്കാണ്. അതിപ്പോ ഏറ്റവും ഒടുവിൽ 8.3 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നോക്കൂ, അതിൽ തന്നെ ടാക്സ് കൊടുക്കുന്ന 2 കോടിയാണ്. ഇതിലേറെ കൗതുകരമായ കാര്യമുണ്ട്. CSDS കഴിഞ്ഞ സർവേ പഠനത്തിൽ പറയുന്നുണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3% വരുന്ന മിഡിൽ ക്ലാസിന്റെ വോട്ട് ഷിഫ്റ്റ് BJP നടന്നുപോയിട്ടുണ്ട്. ഈ വോട്ടിനെ തിരിച്ചു കൊണ്ടുവരിക ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ബീഹാറിന് മഖാന ബോർഡ് കൊടുക്കുന്നു, ബീഹാർ കാർഷിക ബോർഡ് കൊടുക്കുന്നു, പറ്റ്ന IITയുടെ വികസനം കൊടുക്കുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ആൻഡ് ടെക്നോളജി കൊടുക്കുന്നു, ബിഹ്തയിൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കൊണ്ടുവരാൻ പോകുന്നു. 8 തവണ ബീഹാറിനെ തലോടുന്ന ബജറ്റ് ഒരു തവണ പോലും കേരളത്തെ തലോടുന്നില്ല. പാലക്കാട് IITയുടെ പേര് മാത്രമാണ് അവിടെ പറഞ്ഞു പോകുന്നത്.